എന്താണ് FCRA ബില്ല്? അതായത് FCRA ബിൽ 2026 ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റിൽ പാസ്സാവും. അതിനെ എതിർക്കാൻ കുറേ ആൾക്കാർ ഇത് പാസ്സാവരുത് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലുള്ള ഏതൊരു പൊളിറ്റീഷ്യൻ വരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർക്ക് എന്താ ഇവിടെ കാര്യം? അവന്മാർക്ക് ഇവിടെ കാര്യം പറയേണ്ട, ഇതിൽ അഭിപ്രായം പറയേണ്ട ഒരാവശ്യമില്ല. എന്നിട്ടും കുറേ പേര് ഇതിനെ പേടിക്കുന്നു, ഇതിനെ എതിർക്കുന്നു. അപ്പോൾ എന്താണ് സംഭവം? ഇതൊക്കെ ആക്ച്വലി നേരത്തെ പാസ്സാക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഒരു ഫോറിൻ ഇൻഫ്ലുവൻസ് കുറയ്ക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ FCRA ബില്ല് എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഇത് എമർജൻസിൻ്റെ സമയത്ത് തന്നെ തുടങ്ങിയ ഒരു സംഭവമാണ് FCRA എന്നുകൊണ്ട്. 1976 എന്തോ എല്ലാ ഗവൺമെൻറ്റും 2010 2020 എല്ലാ ഗവൺമെൻറ്റും ഇങ്ങനെ FCRA റൂൾസ്, FCRAൻ്റെ റെസ്ട്രിക്ഷൻസ് NGOസിന് ഈ ടൈറ്ററാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു റെലവൻസ് എന്താണ് പുതിയ ബില്ലിൽ പറയുന്നത്, എന്തിനാണ് ആൾക്കാർ പേടിക്കുന്നത്, എല്ലാ കാര്യവും പറയാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഹിപ്പോക്രസിയും കൂടെ പറയാണ്ട്, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കൂടി ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. പറയുമ്പോൾ എല്ലാം പറയണല്ലോ, അപ്പോൾ അതുകൂടി ഉണ്ട്. അത് അധികം ആരും പറയുന്നത് കേട്ടില്ല, അതും ഞാൻ പറഞ്ഞു തന്നെ ലാസ്റ്റ്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്കറിയാലോ ഈ NGOs, ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, പ്രത്യേകിച്ച് ഈ റിലീജിയസ് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ എന്തിനാണ് നിൽക്കുന്നത്? മെജോറിറ്റി നിൽക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് വൈറ്റ് ആക്കാൻ തന്നെയാണ്. അതായത് ഒരു ഫോറിൻ ഫണ്ട് റിസീവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അപ്പം നാളെ എൻ്റെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും ഒരു 10 മില്യൺ ഇട്ട് കഴിഞ്ഞാൽ ഈ പൈസ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ED ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ഈസി വേ അല്ലെങ്കിൽ ഏറ്റവും നൈസായിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ ഒരു NGO ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫോറിൻ ഫണ്ട് നമുക്ക് ഈസി ആയിട്ട് റിസീവ് ചെയ്യാം എന്നുള്ളൊരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ വേണ്ട, എല്ലാവർക്കും അറിയാം, ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഇടയിൽ കൂടെ ഒരു ഫൺ ഫാക്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ FCRA പോലത്തുള്ള ഏജൻസീസും FCRA പോലത്തെ റൂൾസും എല്ലാ രാജ്യത്തും ഉണ്ട്. അമേരിക്കയിലുള്ളതാണ് FARA എന്ന് പറഞ്ഞിട്ട്, ഫോറിൻ ഏജൻസ് രജിസ്ട്രേഷൻ ആക്ട്. അപ്പോൾ ഈ ഒരു ഫോറിൻ ഏജൻസ് രജിസ്ട്രേഷൻ ആക്ടിൽ രജിസ്റ്റർ ചെയ്യാത്തത് ഒരു ആൾക്കാരാണ്, അതാണ് AIPAC എന്ന് പറഞ്ഞിട്ട്, ഇസ്രായേലിൻ്റെ ടീംസ്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയാറുണ്ട് അവർക്ക് മാത്രം വേറെ റൂൾസ് ആണെന്നൊക്കെ. അപ്പോൾ ഈ 2026 FCRA ബില്ലിൽ മെയിനായിട്ട് എല്ലാവർക്കും ഒരു അടി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പണ്ട് തൊട്ടേ ഉള്ളൊരു സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ FCRA ലൈസൻസ് കിട്ടും, അത് 5 കൊല്ലത്തിൽ റിന്യൂ ചെയ്യണം. ഇതിപ്പോൾ റിന്യൂ ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ അത് റിന്യൂ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലാപ്സ് ആയി പോകും ഓട്ടോമാറ്റിക്കലി. ആ പരിപാടി ഇനി നടക്കില്ല. അതായത് നിങ്ങൾ എന്തായാലും ഒരു തവണ FCRA ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ റിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഫോറിൻ ഫണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മേടിച്ച ഫിസിക്കൽ അസറ്റ്സ് ഉണ്ടല്ലോ, അതായത് നിങ്ങളിപ്പോൾ സ്ഥലം മേടിച്ചോട്ടെ, നിങ്ങൾ സ്കൂളോ കോളേജോ നിങ്ങൾ ഹോസ്പിറ്റലോ എന്തെങ്കിലും ആ ഫോറിൻ ഫണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കെട്ടിയതാണെങ്കിൽ, നിങ്ങൾ ഫിസിക്കൽ അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീംസിനെ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ വന്നിട്ട് അത് എടുക്കും. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലേക്ക് ആ അസറ്റ്സിനെ എടുക്കും. നിങ്ങൾക്ക് FCRA ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ, റിന്യൂ ചെയ്തില്ലെങ്കിൽ, അതേപോലെ നിങ്ങൾ ചിലവാക്കാത്ത ഫോറിൻ ഫണ്ടിങ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ ആ പൈസയും ഗവൺമെൻറ് കൊണ്ടുപോകും. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തവണ FCRA ലൈസൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഓരോ 5 കൊല്ലം കൂടുമ്പോഴും FCRA ലൈസൻസ് റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്യാൻ ചില്ലറ പണിയല്ല, ലോഡ് പേപ്പർ വർക്കും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് ആക്റ്റീവാക്കി നിർത്താനാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. അടുത്തത് ഈ NGOs സെലക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസും ലൊക്കേഷനുണ്ട്. ആ ലൊക്കേഷനിലും ആക്ടിവിറ്റി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അപ്രൂവൽ ചോദിക്കണം. അല്ലാണ്ട് ഈ ഇന്ത്യ മുഴുവൻ പോയിട്ട് ഈ എല്ലാ പരിപാടികളും ഇടപെടാമെന്ന് പറയുന്ന സംഭവം ഇത് നടക്കില്ല. അടുത്തത് ട്രാൻസ്പെറൻസിൻ്റെ കാര്യമാണ്. അതായത് നിങ്ങളൊരു NGOൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലുള്ള ഏത് ആളായിക്കോട്ടെ, ബോർഡ് മെമ്പർ ആയിക്കോട്ടെ, ട്രസ്റ്റ് മെമ്പർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആ ആൾക്കാരെല്ലാം അവരുടെ സോഷ്യൽ മീഡിയ, അവരുടെ പബ്ലിക്കേഷൻ, അവരുടെ എല്ലാ മീഡിയ അക്കൗണ്ട്സ്, എല്ലാ സംഭവങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിലേക്ക് ഡിസ്ക്ലോസ് ചെയ്യണം. എൻ്റെ അക്കൗണ്ട്സ് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിന് കാണിച്ചു കൊടുക്കണം. അവസാനത്തേത് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. ഒരു 2 കൊല്ലം കൂടുമ്പോഴും 10 ലക്ഷം രൂപ മിനിമം ഫോറിൻ ഫണ്ടിങ്ങിൻ്റെ 10 ലക്ഷം രൂപ നിങ്ങൾ ചിലവാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ അതൊരു ഷെൽ കമ്പനി ആയിട്ട് കണക്കാക്കിയിട്ട് അപ്പോഴും നിങ്ങൾക്ക് വീണ്ടും ഈ റിന്യൂവൽ കിട്ടില്ല, FCRA റിന്യൂവൽ കിട്ടില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങൾ, എത്രയും പെട്ടെന്ന് പാസ്സാവട്ടെ, അടിപൊളി. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഡബിൾ സ്റ്റാൻഡേർഡ് കാര്യം പറഞ്ഞുതരാം. അതായത്
16 വരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണോ നിങ്ങൾക്ക് ഒരു ഫോറിൻ കമ്പനീൻ്റെ കയ്യിൽ നിന്ന് അതിപ്പോൾ ഇന്ത്യയിൽ ഓഫീസുള്ള ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോറിൻ കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ആമസോൺ ഇന്ത്യ, ഈ വേദാന്ത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനികളൊക്കെ ഫോറിൻ ഓണേഴ്സാണ്, പക്ഷേ ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊന്നും പൊളിറ്റിക്കൽ പാർട്ടീസിന് ഡൊണേഷൻസോ ഫണ്ടിങ്ങോ ഒന്നും മേടിക്കാൻ പറ്റില്ല. ആ നിയമം നൈസിൽ 2016-ലും 2018-ലും മാറ്റിയിട്ടുണ്ട്. എങ്ങനെ മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോറിൻ കമ്പനി ആയിക്കോട്ടെ അവർ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഇന്ത്യൻ കമ്പനി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പിന്നെ ഫോറിൻ ഫണ്ടിങ് എന്ന് വിളിക്കില്ല. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ ഒരു നിയമം, NGOസിനൊക്കെ വേറെ നിയമം. അങ്ങനെയാണ് ബേസിക്കലി രണ്ടുപേരുടെയും കൂടെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ അത്രയും നല്ലതാണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്.